So, hi everyone. ഇന്ന് നമ്മോടൊപ്പം ജോഫിൻ കോശിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. സോ 2023 IIT ബാച്ചിലെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു ജോഫിൻ കോശി. സോ ഇവിടുത്തെ എന്താ പറയുക പഠനമൊക്കെ കഴിഞ്ഞിട്ട് IIT ബാച്ചിൽ നിന്ന് ഇറങ്ങി സക്സസ്ഫുൾ ആയിട്ട് IIT ഗുവാഹട്ടിയിലാണ് ജോഫിൻ ഇപ്പോൾ അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്. സോ അവിടെ കയറി ഒരു വർഷത്തെ പഠനമൊക്കെ കഴിഞ്ഞേച്ച് തിരിച്ചു വന്നിരിക്കുകയാണ് നമ്മളെല്ലാവരെയും ഒന്ന് കാണുന്നതിനായിട്ട്. സോ ബാക്കി നമുക്ക് വിശേഷങ്ങൾ ജോഫിനോട് തന്നെ ചോദിക്കാം. ഹായ് ജോഫിൻ, എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം, സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, IIT എൻ്റെ രണ്ട് സെം കഴിഞ്ഞു ഗുവാഹട്ടിയിൽ. സോ ഫസ്റ്റ് ഇയർ കഴിഞ്ഞു. അപ്പോൾ അതിന്റെ ഒരു ബ്രേക്കിൽ ഞാൻ ഇവിടെ വന്നതാണ്. ബ്രേക്ക് ടൈം ആണല്ലേ? ബ്രേക്ക് ആണ്. ഓക്കെ. സോ ആ സെം ബ്രേക്കിൽ എല്ലാവരെയും കാണാമെന്ന് വിചാരിച്ച് വന്നതാണ്. ഓക്കെ. അപ്പം IIT ഗുവാഹട്ടിയിലെ ഏത് കോഴ്സാണ് ജോഫിൻ എടുത്തേക്കുന്നത്? ഞാൻ ബിടെക് മെക്കാനിക്കൽ. ഓക്കെ. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മുടെ മാന്നാനം KE സ്കൂളിലായിരുന്നു പ്ലസ് 1 പ്ലസ് 2 പഠനം കംപ്ലീറ്റ് ചെയ്തത് അല്ലേ? ഓക്കെ. അപ്പം മാന്നാനത്ത് നിന്ന് പഠിച്ച് ഇപ്പോഴേ നമ്മുടെ ഗുവാഹട്ടിയിൽ IIT ഗുവാഹട്ടിയിൽ അഡ്മിഷൻ എടുത്തു. അപ്പോൾ അവിടുത്തെ പഠനമൊക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഓവറോൾ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? ഗുവാഹട്ടിയുടെ ഒരു ക്യാമ്പസും അവിടുത്തെ ഹോസ്റ്റലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ഇതുവരെ നമ്മളൊരു സ്കൂൾ ലൈഫായിരുന്നു. ഇപ്പോൾ കോളേജ് ലൈഫിലോട്ട് പോയപ്പം ഭയങ്കര ഒരു ചേഞ്ച് ഉണ്ട്. ഇത്ര നാൾ നമ്മൾ എൻട്രൻസ് ഫോക്കസ് ചെയ്തിട്ട് ആ ഒരു റെസ്ട്രിക്ഷനൊക്കെ ഉണ്ടായിരുന്നു, നമ്മൾ തന്നെ വെച്ച റെസ്ട്രിക്ഷനൊക്കെ ഉണ്ട്. പക്ഷേ കോളേജ് ലൈഫ് പ്രത്യേകിച്ച് IIT ഗുവാഹട്ടിയിൽ ഭയങ്കര ഫ്രീ ആണ്. നമുക്കധികം റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. ക്ലാസ്സസ് ആണെങ്കിൽ അത്ര സ്ട്രിക്റ്റ് ഒന്നുമല്ല. ആൻഡ് നമുക്ക് നമ്മുടെ ഇൻട്രസ്റ്റ് ഉള്ള ക്ലബ്സ് ജോയിൻ ചെയ്യാം. ഓക്കെ. ഇപ്പൊ ഞാൻ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് അങ്ങനെ കുറേ ഉണ്ടല്ലേ? കൾച്ചറുണ്ട്, സ്പോർട്സ് ഉണ്ട്, അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. സോ നമ്മുടെ ഇൻട്രസ്റ്റ് എല്ലാം ഡെവലപ്പ് ചെയ്യാൻ പറ്റിയ എല്ലാ ഓപ്പർച്യൂണിറ്റീസും അവിടെ ഉണ്ട്. അപ്പോൾ ഒരു സ്കൂൾ ലൈഫിൽ നിന്ന് നേരെ നമ്മുടെ IIT ഗുവാഹട്ടിയിലേക്ക് കയറി ചെന്നപ്പം നല്ലൊരു ഡിഫറൻസ് തോന്നിയിട്ടുണ്ടാവും സ്വാഭാവികമായിട്ടും. നല്ലൊരു കോളേജ് ലൈഫ് എന്നുള്ളൊരു എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ? ഓക്കെ. അവിടുത്തെ ഈ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞു. ഫേമസ് ആയിട്ടുള്ള ഫെസ്റ്റും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അവിടുത്തെ എന്തെങ്കിലും ഫെസ്റ്റ് ഇതുവരെ ഇപ്പോൾ ജോഫിൻ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടായോ? ഇനി അങ്ങനത്തെ ഫേമസ് ഫെസ്റ്റുകൾ എന്തൊക്കെയാണ് അവിടെ? സോ അവിടെ ബേസിക്കലി രണ്ട് ഫെസ്റ്റാണ് ഉള്ളത്. ഒരു കൾച്ചർ ഫെസ്റ്റ് ആൻഡ് ഒരു ടെക് ഫെസ്റ്റ് ആക്ച്വലി ഓഡ് സെമിസ്റ്ററിലാണ് നടക്കുന്നത് ആൻഡ് കൾച്ചറൽ ഈവൻറ്റ് സെമിസ്റ്ററിലും. സോ ഞാൻ ചെന്ന് കഴിഞ്ഞ് ഒരു 2 വീക്ക് കഴിഞ്ഞിട്ട് ഉടനെ ഒരു ടെക് ഫെസ്റ്റ് തുടങ്ങി. ഓക്കെ. IIT ഗുവാഹട്ടിയുടെ ടെക് ഫെസ്റ്റ് ആണ് ടെക്നീഷ്. സോ നല്ലൊരു ടെക് ഫെസ്റ്റ് ആണ്. വലിയ വലിയ ബ്രാൻഡ്സും എല്ലാം സ്പോൺസർ ചെയ്യുന്ന ഒരു ടെക് ഫെസ്റ്റ് ആണ്. നല്ലൊരു നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മൊമെൻ്റ് ആയിരുന്നു അത്. പിന്നെ നമ്മുടെ മെയിൻ ഇവൻ്റ് ആണ് കൾച്ചറൽ ഇവൻ്റ് ആണ് അൾച്ചറിംഗ. സോ അത് ഈവൻറ്റ് സെമിസ്റ്ററാണ് നടത്തുന്നത്. ഇപ്പോഴാണ് ഞങ്ങൾ നടത്തിയത്. സോ ഞാനും അതിൻ്റെ ഒരു ആക്റ്റീവ് മെമ്പർ ആയിരുന്നു. ഞങ്ങളെല്ലാം അതിനുവേണ്ടിയുള്ള സ്പോൺസേഴ്സും അതിനുവേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. സോ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഈ ഫെസ്റ്റും അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള വർക്കും എല്ലാം നമ്മൾ തന്നെ സ്റ്റുഡൻസ് തന്നെ എല്ലാം കോർഡിനേറ്റ് ചെയ്ത് നടത്തുമ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നല്ലൊരു എക്സ്പോഷർ ആ വഴി കിട്ടുന്ന ഒരു തോന്നുന്നുണ്ടല്ലേ ഇപ്പം? ഓക്കെ. ഇപ്പം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് അവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ആ കോഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? നിങ്ങളുടെ ഒരു സീനിയേഴ്സ് അവരൊക്കെ എങ്ങനെയുണ്ട്? അപ്പോൾ ഈ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് എന്താ പറയാനുള്ളത്? സോ ഫസ്റ്റ് ഇയർ ആക്ച്വലി നമുക്കിപ്പോൾ കോമൺ ആണ്. എല്ലാ നമ്മുടെ ഫ്രഷേഴ്സിനെല്ലാം കോമൺ ക്ലാസ് ആണ്, കോമൺ കരിക്കുലം ആണ്. സോ ഫസ്റ്റ് ഇയറിൽ അധികം മെക്കാനിക്കലിലോട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. സോ അധികം എനിക്ക് കോഴ്സിനെ കുറിച്ച് അറിയില്ല. സെക്കൻഡ് ഇയർ തൊട്ടാണ് നമ്മൾ കോഴ്സ് റിലേറ്റഡ് സബ്ജക്ട്സ് തുടങ്ങുന്നത്. ഓക്കെ. നിങ്ങളുടെ സീനിയേഴ്സ് എങ്ങനെയുണ്ട്? അതുപോലെ തന്നെ ബ്രില്യൻറ്റിൽ നിന്നുള്ളവരുണ്ടോ? ആ ഒരു പിന്നെ മലയാളികളുണ്ടോ? എങ്ങനെയാണ് അവിടുത്തെ ഒരു സീനിയേഴ്സുമായിട്ടുള്ള നിങ്ങളുടെ ഒരു കണക്ഷൻ? മലയാളികൾ പൊതുവെ കുറവാണ്. ബട്ട് ഉള്ളവരിൽ ഒരു മെജോറിറ്റി ആൾക്കാരും ബ്രില്യൻറ്റിൽ നിന്ന് തന്നെയാണ്. സോ അതുകൊണ്ട് നമുക്ക് നേരത്തെ പോകുന്നതിന് മുമ്പ് ബ്രില്യൻറ്റിൽ നിന്ന് നമ്പേഴ്സും അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ തന്നുകൊണ്ട് നമ്മൾ വിളിച്ച് ചോദിച്ച് ഒരു പരിചയമൊക്കെ വെച്ചിട്ടാണ് പോയത്. സോ അതുകൊണ്ട് തന്നെ അവിടെ കുഴപ്പമില്ലായിരുന്നു. സീനിയേഴ്സുമായിട്ട് നമുക്ക് നന്നായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും പ്രശ്നമൊന്നും ഇല്ലാതെ പോയി. റാഗിങ് അങ്ങനെയൊന്നും പ്രശ്നമൊന്നും ഇല്ലാതെ പോയി. ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെ ഹോസ്റ്റൽ ലൈഫിലേക്ക് വരുമ്പോൾ എങ്ങനെയുണ്ട് അവിടുത്തെ ഹോസ്റ്റൽസ് ഒക്കെ? വീട്ടിൽ നിന്ന് ഇപ്പം മന്നത്ത് പഠിച്ചപ്പം മാറുന്നൊരു എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു കേരളത്തിന് പുറത്ത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണോ? അപ്പോൾ ഫസ്റ്റ് ടൈം അങ്ങനെ വീട്ടിൽ നിന്ന് മാറി ഇപ്പോൾ കേരളത്തിന് പുറത്ത് പോയി നിൽക്കുമ്പോഴുള്ളൊരു ഹോസ്റ്റൽ എക്സ്പീരിയൻസ് എന്തായിരുന്നു തോന്നി? സോ പ്ലസ് 1 പ്ലസ് 2 ഹോസ്റ്റലിലായിരുന്നു. സോ ആ ഒരു പ്രയർ എക്സ്പീരിയൻസ് ഉണ്ടായതുകൊണ്ട് തന്നെ അധികം ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. ആൻഡ് ഓൾസോ ഞാൻ പറഞ്ഞില്ല, അത്ര സ്ട്രിക്റ്റ് അല്ല, നമുക്ക് ഫ്രീ ആണ്. ഇപ്പം നമുക്ക് എന്തെങ്കിലും ബോറടിക്കുകയോ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമുക്ക് പുറത്ത് പോയി ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യും. സോ ഹോസ്റ്റൽസ് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളതാണ്. ഒരു റൂമിൽ 2 പേര്. സോ നല്ലതായിരുന്നു.
അവിടുത്തെ എത്ര ഹോസ്റ്റലുണ്ട് ഇപ്പം നമ്മളൊരു ഏകദേശം ഒരു 16 ഹോസ്റ്റൽസ് ഉണ്ട്. എല്ലാം ക്യാമ്പസിന്റെ അകത്ത് തന്നെ, എല്ലാം ക്യാമ്പസിനകത്ത് തന്നെ. ഒരു മെയിൻ ഫാക്ട് എന്ന് പറഞ്ഞാൽ ഓരോ ഹോസ്റ്റൽസിനും ഇന്ത്യയുടെ ഓരോ മേജർ റിവേഴ്സിന്റെ നെയിമാണ്. അപ്പം എൻ്റെ ഹോസ്റ്റലിന്റെ പേര് ലോഹിത് എന്നാണ്, ഇൻഡസിന്റെ ഒരു ട്രിബ്യൂട്ടറി ആണ്. പിന്നെ എൻ്റെ തൊട്ടടുത്ത ഹോസ്റ്റലിന്റെ പേരാണ് ബ്രഹ്മപുത്ര. അങ്ങനെ ഓരോ റിവേഴ്സിന്റെ പേര്. ഒരു വെറൈറ്റി, ഒരു യൂണിക്നെസ് അതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ? ഓക്കെ. അപ്പം IIT ഗുവാഹത്തിയിൽ എത്തുന്നതിന് മുന്നേ നമ്മുടെ എന്താ പറയുക, മാന്നാനം അല്ലേ, KE മാന്നാനം, ബ്രില്യൻറ്റ്, ഇതൊക്കെ ഒരു മെമ്മറി ആയിട്ടുണ്ടാവുമല്ലോ അപ്പം ജോഫിന് ഓൾറെഡി. അപ്പോൾ എന്തൊക്കെയായിരുന്നു നമ്മുടെ ഒരു ബ്രില്യൻറ്റ് മെമ്മറീസും അതുപോലെ തന്നെ മാന്നാനത്തെ എക്സ്പീരിയൻസും, ആ ഒരു മെമ്മറീസൊക്കെ ഒന്ന് ഇപ്പം റിക്കളക്ട് ചെയ്യാൻ പറഞ്ഞാൽ എന്തായിരിക്കും മോന് പെട്ടെന്ന് മനസ്സിലോട്ട്? മെമ്മറീസ് റിക്കളക്ട് ചെയ്യാൻ പറഞ്ഞാൽ പെട്ടെന്ന് എക്സാംസ് ആയിരിക്കും ഓർമ്മ വരുന്നത്. സോ ആ എക്സാംസാണ് എന്നെ ബിൽഡ് ചെയ്തത്, ഇത്രയും IITയിൽ എത്തിച്ചത്. പിന്നെ ഏറ്റവും എടുത്ത് പറയേണ്ടത് എൻ്റെ ക്ലാസ് ടീച്ചർ ഉദിത് സാറിൻ്റെ സപ്പോർട്ടായിരുന്നു. സോ നമുക്ക് എന്ത് വിഷമം വന്നാലും ഞാൻ ആദ്യം ഉദിത് സാറിനോടായിരുന്നു പറയുന്നത്. അപ്പോൾ ഉദിത് സാർ ഇങ്ങനെ ചെയ്യണം, ക്വസ്റ്റ്യൻസ് അങ്ങനെ സോൾവ് ചെയ്യണം, നമ്മൾ പഠിക്കുന്ന സ്ട്രാറ്റജി അങ്ങനെ പ്ലാൻ ചെയ്യണം എന്നൊക്കെ പറയുമായിരുന്നു. സോ സാറിൻ്റെ ഒരു ഗൈഡൻസ് എല്ലാം കൊണ്ട് ത്രൂ ഔട്ട് ഈ ഒരു കോഴ്സിൽ സാറിൻ്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ബ്രില്ലിൽ പഠിച്ചപ്പം എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക്? ഈ സ്കൂളിലെ സ്റ്റഡീസിൻ്റെ ഒപ്പം തന്നെ കുറേ കുട്ടികൾ ഇപ്പം ഇങ്ങനെ നിൽക്കുമ്പം ട്രൈ ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ മടിക്കുന്നതായിരിക്കും. അതായത് സ്കൂളിലെ സ്റ്റഡീസിൻ്റെ കൂടെ എൻട്രൻസ് എന്ന് പറയുമ്പോൾ അവർക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അങ്ങനെ എന്തെങ്കിലും മോനെ ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടോ? രണ്ടും എനിക്ക് നല്ല സ്മൂത്തായിട്ട് പോകുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ സ്കൂളിൽ തന്നെയാണല്ലോ പഠിക്കുന്നത്, കുറച്ച് എക്സ്ട്രാ പഠിക്കുന്നേ ഉള്ളൂ, കുറച്ചും കൂടെ ഡീപ്പായിട്ട് പഠിക്കുന്നേ ഉള്ളൂ. സോ സ്കൂളിന് ശരിക്കും നമുക്ക് യൂസ്ഫുൾ ആയിട്ടേ വരത്തുള്ളൂ. സോ എനിക്കങ്ങനെ പ്രശ്നമായിട്ടൊന്നും തോന്നിയില്ല. രണ്ടും ഒരേപോലെ കംഫർട്ടബിൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റി. ഇനിയിപ്പോൾ നമ്മുടെ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്, അതായത് JEE കഴിഞ്ഞേച്ചുള്ള എന്താ പറയുക എക്സാമിന് ശേഷമുള്ള നമ്മുടെ സ്റ്റുഡൻസ് എല്ലാം വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഓരോ ക്യാമ്പസുകളെ കുറിച്ചും IITകളെ കുറിച്ചും ഒക്കെയുള്ള അന്വേഷണങ്ങളും കാര്യങ്ങളും ഒക്കെ അല്ലേ. അപ്പം ജോഫിന് എന്താണ് പറയാനുള്ളത്? ഈ IIT ഗുവാഹട്ടിയിലേക്ക് വരാൻ താല്പര്യമുള്ള ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിനോട് എന്താണ് അവിടുത്തെ ഒരു സീനിയർ എന്നുള്ള നിലയിൽ എന്താണ് പറയാനുള്ളത്? IIT ഗുവാഹട്ടി വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ക്യാമ്പസ് ആണ്, ഇന്ത്യയിലെ വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ IITs ആണ്. സോ ഫുൾ ഓഫ് ഗ്രീനറി ആണ്, കാണാൻ നല്ല ഭംഗിയുള്ള ക്യാമ്പസാണ്, ഒരു ലേക്ക് ഉണ്ട്. സോ വളരെ ഒരു നല്ല ഓപ്ഷൻ ആയിരിക്കും IIT ഗുവാഹട്ടി. ആൻഡ് ഇറ്റ്സ് ഓൾസോ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് IIT ആണ്, ടോപ്പ് 7-ലുണ്ട്. സോ ഒരു നല്ല ഡിസിഷൻ ആയിരിക്കും IIT ഗുവാഹട്ടി. ആൻഡ് ഓൾസോ ഞങ്ങൾക്കൊരു ഫസ്റ്റ് 3 months ഒരു ഇൻട്രാക്ഷൻ ബാൻ ഉണ്ട് സീനിയേഴ്സുമായിട്ട്. സോ റാഗിങ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി IIT ഗുവാഹട്ടി വെച്ചൊരു കാര്യമാണ്. സോ അതെല്ലാം കൊണ്ടായതുകൊണ്ട് തന്നെ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും IIT ഗുവാഹട്ടി. ഓക്കെ. നമ്മൾ ഈ എക്സാമൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും അവരുടേതായിട്ടുള്ള പ്രിയപ്പെട്ട ഒരുപാട് IITs ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും IIT ഗുവാഹട്ടി ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അതിലേക്ക് പോകാൻ നോക്കുന്ന സ്റ്റുഡൻസിന് തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ ഒരു സീനിയർ പറയുന്നതായിട്ട് കരുതുക. നമ്മുടെ ജോഫിൻ്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് ഇത് പറഞ്ഞത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഉപകാരപ്രദമാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആൻഡ് ജോഫിൻ, താങ്ക് യു സോ മച്ച് ഇവിടെ വന്നതിനും. ഇനിയും ഓരോ ഇയറിൻ്റെ ബ്രേക്കിനും ഇങ്ങോട്ട് വരിക, ഞങ്ങളെ കാണുക, ഇടയ്ക്ക് മെമ്മറീസൊക്കെ ഒന്ന് ഇതുപോലെ റിക്കളക്ട് ചെയ്യുക, റിഫ്രഷ് ചെയ്യുക. സോ ഇനി മുന്നോട്ടുള്ള ലൈഫിന് ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.